ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ 4 ഇയർ ഡിഗ്രി കോഴ്സിലെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമ്മിലുള്ള നിങ്ങളുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഇതിലെ ഫൗണ്ടേഷൻ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ സിലബസ്, എന്താണ് ഇതിലെ പ്ലാനുകൾ, അല്ലെങ്കിൽ എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇതിൽ ഏതൊക്കെ തരത്തിലാണ് പരീക്ഷ എഴുതേണ്ടതെന്ന് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഈ കോഴ്സിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ ഈ ഒരു ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്താണെന്ന് പരിചയപ്പെടുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ പേപ്പർ 3 ക്രെഡിറ്റിന്റെ ആണുള്ളത്. 3 ക്രെഡിറ്റ് ആണ് ഇതിലുള്ളത്. നിങ്ങളുടെ മേജർ കോഴ്സിനുള്ളത് 4 ആയിരിക്കും, ഇതിന് 3 ആണുള്ളത്. അപ്പൊ എന്താണ് ഇതിന്റെ എക്സാം പാറ്റേൺ, അതുപോലെ എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ടോട്ടൽ മാർക്ക് 75 മാർക്കായിരിക്കും ഈ പേപ്പറിന് ഉണ്ടായിരിക്കുക. പക്ഷെ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള? നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് ഉണ്ടായിരിക്കും 25 മാർക്കിന്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ മാർക്ക് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ 50 മാർക്കിന് എക്സാം എഴുതണം, 25 മാർക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്റേണൽ ആയിട്ട് കിട്ടും. അപ്പൊ മൊത്തം 75 മാർക്കിന്റെ സിലബസ് ആണ് കയ്യിലുള്ളത്. പക്ഷേ 50 മാർക്കിന് നിങ്ങൾ എഴുതി തന്നെ പാസ്സാവണം. ഇനി എഴുതി പാസ്സാവുമ്പോൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്, എത്ര മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾ പാസ്സാവുക എന്ന് നമുക്ക് നോക്കാം. 27 മാർക്ക് നിങ്ങൾക്ക് ഈ 75 മാർക്കിൽ കിട്ടണം. അതായത് ഇന്റേണലും നിങ്ങളുടെ ഈ എഴുത്ത് പരീക്ഷയും കൂട്ടി 27 മാർക്ക് കിട്ടണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്റേണലിന് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവുമല്ലോ എന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് 75 മാർക്കിലെ 50 മാർക്ക് എഴുത്ത് പരീക്ഷയുണ്ട്. ആ 50 മാർക്കിൽ നിങ്ങൾക്ക് 15 മാർക്ക് മിനിമം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ അതിൽ പാസ്സാവുകയുള്ളൂ. അതായത് 27 മാർക്കിൽ നിങ്ങൾക്ക് മിനിമം 15 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുക തന്നെ വേണം. ഇനി എത്ര മണിക്കൂറിനാണ് അല്ലെങ്കിൽ എത്ര ഹവറാണ് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുക? 50 മാർക്കിന്റെ ഈ എഴുത്ത് എക്സാം 1.5 ഹവറിന് അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് 1.5 ഹവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. 1.5 ഹവേഴ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാനുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. 1.5 ഹവറിനുള്ളിൽ നിങ്ങൾ മുഴുവൻ എഴുതി തീർക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരിക? ഒന്നാമത്തെ കാര്യം തന്നെ സൂചിപ്പിക്കട്ടെ, +2 ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കരുത്. കുറച്ചും കൂടെ നിങ്ങളുടെ ഇന്റലക്ച്വൽ ലെവൽ അധികമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ അതേ പാറ്റേണിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. ഡിഗ്രി കോഴ്സ് ആണ്, നിങ്ങൾ ഡിഗ്രി ജോയിൻ ചെയ്തു, നിങ്ങൾ അച്ഛനും അമ്മയും പറയുന്ന പോലെ വലിയ വലിയ കുട്ടികളായി. അപ്പൊ ഇനിയും എഴുത്തിന്റെ പരീക്ഷ പഴയതുപോലെ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. യൂണിവേഴ്സിറ്റി നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാം ഈ 1.5 മണിക്കൂറിൽ ഏതൊക്കെ തരത്തിലുള്ള എഴുത്തുകൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആൻസേഴ്സ് നിങ്ങൾ എഴുതേണ്ടി വരും, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കേണ്ടി വരും. ഒന്നാമത്തേത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വരുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. 2 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 10 എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ 10 × 2 20 മാർക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 20 മാർക്ക് അവിടെ കിട്ടിയല്ലോ എന്ന്. കിട്ടില്ല. നിങ്ങൾ ആദ്യമായി ഒരു കാര്യം ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടതുണ്ട്. സീലിംഗ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ 20 മാർക്കിന് വരെ എഴുതിയാലും നിങ്ങൾക്ക് 16 മാർക്ക് അവിടെ കിട്ടുകയുള്ളൂ. അതിനാണ് സീലിംഗ്. ഒരു വീടിന്റെ സീലിംഗ് ആലോചിച്ച് നോക്കുക. മാക്സിമം അതുവരെ പൊങ്ങാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് എത്ര എഴുതിയാലും 16 മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും 8 മാർക്കിന്റെ 2 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ 16 മാർക്ക് എനിക്ക് ആയല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ അപ്പോഴും ആലോചിക്കണം, നിങ്ങൾ എഴുതുന്നതിന് 2 മാർക്ക് മുഴുവൻ കിട്ടുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ എക്സാം പേപ്പർ നോക്കുന്ന ആളായിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല 16 മാർക്ക് അവിടെ കിട്ടുമോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി കുറെ സമയം കളയണം എന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ 16ലേക്ക് ചിലപ്പോൾ നമുക്ക് എത്താനുള്ള ഇതുണ്ടായിരിക്കുള്ളൂ. സോ ബേസിക്കലി 10 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി ആൻസർ, നിങ്ങൾക്ക് എത്ര വരെ എഴുതാൻ പറ്റും? മാക്സിമം 10 എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ 10 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. പക്ഷെ മാക്സിമം മാർക്ക് എത്ര കിട്ടുള്ളൂ? 16 മാർക്കേ കിട്ടുകയുള്ളൂ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ കഴിഞ്ഞു. ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 4-5 സെന്റൻസിൽ എഴുതി തീർക്കേണ്ടതാണ്. കുറെ സമയത്തിൽ കിട്ടില്ല. ഒരു 5-7 സെന്റൻസ് ആകുമ്പോഴേക്കും നമ്മൾ നിർത്തേണ്ടി വരും. അത്രയും സമയമുള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാനും പാടുകയുള്ളൂ. ഇനി പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എത്ര എഴുതണം? ഒരു പാരഗ്രാഫിൽ നമുക്ക് എത്രയാണെന്ന് അറിയാം. ഇനി അതിലേക്ക് വരുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും? 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും നമുക്ക്. ഈ 5 ക്വസ്റ്റ്യനിൽ എത്രത്തോളം നിങ്ങൾക്ക് എഴുതാം? 5 ക്വസ്റ്റ്യൻ എഴുതാം. ഓരോ ക്വസ്റ്റ്യനും ഇവിടെ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 6 മാർക്കൊക്കെ ആയിരിക്കും. അപ്പോഴും നിങ്ങൾ കണക്ക് കൂട്ടും 5 × 6 എത്ര വരും? 30 മാർക്ക്. അത് കിട്ടിയാലും നല്ല മാർക്കായല്ലോ. ഒരിക്കലും കിട്ടില്ല. കാരണം എന്താ? അവിടെയും സീലിംഗ് വരും. നിങ്ങൾക്ക് മാക്സിമം 5 ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ എഴുതിയാലും 30 തരാൻ അനുവാദമില്ല. എത്ര നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ? 24 മാർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളൂ. ഇനി അപ്പോൾ അത് കൂട്ടി നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എസ്സേ എന്ന് പറയുന്നത്. +2 നിങ്ങൾ എസ്സേ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ ഫോർമാറ്റിൽ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് നല്ല എസ്സേകളാണ് ഇപ്പോൾ ഡിഗ്രിയിലേക്ക് നിങ്ങൾ എഴുതേണ്ടി വരിക. അത് നിങ്ങൾ ബോധത്തിൽ വെക്കുക. കാരണം
ഒരു എസ്സേ എന്ന് പറയുമ്പോൾ അതിനൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഉണ്ടായിരിക്കണം, ഒരു കോണ്ടന്റ് ഉണ്ടായിരിക്കണം, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ചേർന്നതാണ് എന്ത് ഒരു എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ എഴുതി വിടുന്നത് പോലെ ഒരു എസ്സേ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് കിട്ടണം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. സ്റ്റാൻഡേർഡ് കൂട്ടണം ആൻസേഴ്സിന്റെ, എന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്തിട്ട് മാർക്ക് കിട്ടാൻ പറ്റൂ. നമ്മളുടെ എയിം എന്താ? ഇത്രയും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ചുരുക്കി എഴുതിയിട്ട് എനിക്ക് മാക്സിമം മാർക്ക് വേണം എന്ന് പറയുന്നത് നടക്കുന്ന കേസല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എസ്സേയിൽ 2 ചോദ്യം അവർ തരും ഓർ ക്വസ്റ്റ്യൻ ആയിട്ട്. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആക്ച്വലി എഴുതിയാൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം അതിൽ എത്ര മാർക്ക് കിട്ടും? 10 മാർക്കാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും സീലിംഗ് വെച്ചാണ് നിങ്ങൾ ഇനി കൂട്ടേണ്ടത്. അല്ലാതെ 30, 20 എന്നുള്ള രീതിയിൽ കൂട്ടാൻ പാടില്ല. സീലിംഗ് വെച്ച് കൂട്ടുമ്പോൾ 16, 24, 10 മൊത്തം 50 മാർക്കിനാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടി വരിക. മനസ്സിലായോ? ഈ 50 മാർക്കിൽ നിങ്ങൾ എത്ര മാർക്ക് എഴുതി പാസ്സാവണം എന്നാ പറഞ്ഞിട്ടില്ലേ? 15 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടണം. 15 മാർക്ക് കിട്ടിക്കൂടെ? നിങ്ങൾ ഷോർട്ട് ആൻസറും പാരഗ്രാഫ് എഴുതിയാൽ പോലും, അല്ലെങ്കിൽ ഒരു എസ്സേയും കുറച്ച് ഷോർട്ട് ആൻസർ എഴുതിയാൽ പോലും പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. പാസ്സാവാനുള്ള മാർക്ക് അല്ലല്ലോ നമുക്ക് വേണ്ടത്, മാക്സിമം മാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. സോ ബേസിക്കലി 50 മാർക്കിൽ ടോപ്പ് മാർക്ക് കിട്ടണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് സഹായിക്കണം? നിങ്ങൾ ടൈം മാനേജ്മെന്റ് പഠിക്കണം. നിങ്ങൾ ആലോചിക്കണം 1.5 മണിക്കൂറിൽ എത്ര സമയം എസ്സേ എഴുതാൻ പറ്റും? മാക്സിമം ഞാൻ പറയുന്നു ഒരു 15 മിനിറ്റ് ഒക്കെ നിങ്ങൾ അതിന് കൊടുക്കാൻ പാടുള്ളൂ. 20 മിനിറ്റിൽ കൂടുതൽ പോകാനേ പാടില്ല. എന്നാൽ മാത്രമേ ബാക്കിയുള്ളതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എസ്സേ ആണ്, നമ്മളെ എസ്സേ കൂടെ എഴുതി വെക്കുന്നത് 10-20 പേജ് എഴുതും. അതിന്റെ ആവശ്യമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ചേർത്തൊരു നല്ല എസ്സേ എഴുതി വെച്ചാൽ മതി. അതിനും കൊടുക്കുന്ന മാക്സിമം ടൈം ഞാൻ പറയുന്നത് 15 മാക്സിമം 20, അതിന്റെ മുകളിൽ പോകരുത്. ഇനി നമുക്ക് മുന്നിലേക്ക് പോയി നോക്കാം. അപ്പൊ അതിനനുസരിച്ച് ബാക്കിയുള്ള ടൈം ഫ്രെയിം നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, മുന്നിലേക്ക് പോയി നോക്കാം. വാട്ട് ടു ആൻഡ് ഹൗ ടു ലേൺ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കോഴ്സ് നമുക്ക് മുന്നിലേക്ക് കിട്ടി, എന്താ ഇതിൽ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. വാട്ട് ടു ആൻഡ് ഹൗ ടു ലേൺ, എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്? ഇത് എങ്ങനെ ഞാൻ പഠിക്കണം? ഒന്നാമത്തേത്, ഇത് ഈ ബേസിക്കലി ഈ കോഴ്സ് എന്ന് പറയുന്നത് LSRW സ്കിൽസിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് സ്കില്ലുകൾ ഉണ്ട്, ലാംഗ്വേജുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ, അതിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ LSRW എന്ന് പറയുന്നത്? ലിസണിങ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. ഇത് 4 ഇല്ലാതെ ഒരു മനുഷ്യന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ലിസൺ ചെയ്യണ്ടേ? ഒരാൾ പറയുന്നത് കേൾക്കണം, സംസാരിക്കണം, റീഡ് ചെയ്യണം, അതുപോലെ അത് മൊത്തം എഴുതുകയും വേണം. എന്നാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഈ 4 സ്കില്ലാണ് നിങ്ങൾക്ക് ബേസിക്കലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സിൽ തന്നിട്ടുള്ളത്. നോക്കാം എന്താണ് ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ കോഴ്സിലുള്ള ചാപ്റ്റേഴ്സ് ഈ സ്കില്ലിനെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിനും അല്ലെങ്കിൽ എല്ലാ മൊഡ്യൂളിനും ഒരു പ്രത്യേക ഫോക്കസ് ഉണ്ട്. നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും എന്താ ഫോക്കസ് എന്നുള്ളത്. ആ ഫോക്കസ് വെച്ചിട്ട് നിങ്ങളുടെ സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് അതെന്താന്ന് ഇപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് എന്താണ്? ലിസണിങ് ആണ്. നിങ്ങളുടെ ഫസ്റ്റത്തെ സ്കില്ലായിട്ടുള്ള ലിസണിങ്, LSRWയിലെ ലിസണിങ് എന്ന് പറയുന്ന സ്കില്ലിനെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടെ, ഈ ഒരു മൊഡ്യൂളിൽ കൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള അതായത് ലിസണിങ് എന്ന് പറയുന്ന ഈ മൊഡ്യൂളിലുള്ള എല്ലാതും, അതായത് എല്ലാ ചാപ്റ്റേഴ്സും യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്? ഇത് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോസ് നിങ്ങൾ അവിടെ പോയി കാണുമ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു വെസ്റ്റേണിലുള്ള ആൾക്കാരായിരിക്കും, യൂറോപ്പിലുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കി നിങ്ങളുടെ ലിസണിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്? യൂട്യൂബിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഈ സിലബസ് മുഴുവൻ നോക്കിയാലും കാണാം, എല്ലാം യൂട്യൂബിലുള്ള വീഡിയോസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ലിസണിങ് സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരും, മൊഡ്യൂൾ 1 ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നാമത്തേത് ഹൗ ടു ടേക്ക് ദ BS ഔട്ട് ഓഫ് ബിസിനസ് സ്പീക്ക്, എഴുതിയത് ബോബ് വിൽട്ടോൺ. രണ്ടാമത്തേത് ദ നെക്സ്റ്റ് ബിഗ് വാൾ സ്ട്രീറ്റ് സ്റ്റോക്ക് ഇറ്റ്സ് ട്രാഷ്. അത് ആക്ച്വലി ഒരു എഴുതാനുള്ളതല്ല, അത് വായിക്കാനും കൂടി ഉള്ളതാണ്. അത് വീഡിയോ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ അതൊരു വായിക്കേണ്ട രീതിയിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടും നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഹീൽസ് ലൈക്ക് വൈറ്റ് എലിഫൻസ്. അത് എഴുതിയിട്ടുള്ളത് ഏറ്റവും പ്രശസ്ത കഥാകൃത്തായിട്ടുള്ള ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. അതായത് കേട്ട് പരിചയം വരണം നമുക്ക്, എന്താണ് ഇവർ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ജസ്റ്റ് ആ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് സബ് ടൈറ്റിൽ ഇടും. ഇത് ഭാഷ മനസ്സിലാവണ്ടേ? അത് തന്നെയാണ് ഇവർ പറയുന്നത്.
ഇത് കഴിയുന്നതോടുകൂടി നിങ്ങൾ ഈ സബ് ടൈറ്റിൽ ഇല്ലാതെ ഇംഗ്ലീഷ് സിനിമ കാണാൻ പഠിക്കും എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ LS എത്തി, സ്പീക്കിംഗിലേക്ക് എത്തി. കേട്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരാൾ പറയുന്നത് കേട്ടാൽ മാത്രമേ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. സ്പീക്കിംഗിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാ ഉള്ളത്? ഒന്നാമത്തേത് എ ടെലഫോണിക് കോൺവെർസേഷൻ. ആരാ എഴുതിയിട്ടുള്ളത്? മാർക്ക് ട്വെയിൻ ആണ്, അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. രണ്ടാമത്തേത് ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്, യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഇൻ എ ജോബ് ഇന്റർവ്യൂ. ഒരു ജോബ് ഇന്റർവ്യൂവിന് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളോട് ചോദ്യങ്ങൾ മാത്രമല്ല ചോദിക്കുക, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും ഒരു അവസരം ഉണ്ടാവും. ഓക്കെ, ആ ഒരു രീതിയിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതാരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഹാർവാർഡ് ബിസിനസ് റിവ്യൂ ഗൈഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതും യൂട്യൂബിൽ അവൈലബിൾ ആണ്, പോയിട്ട് കാണാൻ ശ്രമിക്കുക. മൂന്നാമത്തേത് സോ യു വാണ്ട് ടു ബി എ മോട്ടിവേഷണൽ സ്പീക്കർ. ഷെബ് ഹൈക്കന്റെ വേറെ ഒരു വീഡിയോ ആണുള്ളത്. അത് ആക്ച്വലി അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ പറയണം. ആക്ച്വലി അത് അല്ലാതെ നമ്മൾക്ക് അവൈലബിൾ ആക്കേണ്ടി വരും. എഴുത്ത് ചിലപ്പോൾ ആക്സസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്തായാലും ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്തായാലും റീഡ് ചെയ്യണം. സോ ഇതാണ് രണ്ടാമത്തെ മൊഡ്യൂളിലുള്ളത്, സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. മൂന്നാമത്തേലേക്ക് പോവാം. മൊഡ്യൂൾ 3 റീഡിംഗ് ആണ്. റീഡ് ചെയ്യാതെ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ റീഡ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. റീഡിംഗ് നന്നായിട്ട് എങ്ങനെ റീഡ് ചെയ്യാം, റീഡിംഗ് ഹാബിറ്റ്സുകൾ എന്താണ്. ചിലർക്ക് കിടന്നിട്ട് വായിക്കുന്നതാണ് എളുപ്പം, അതുകൊണ്ട് എന്താ ബെഡിൽ കിടക്കും, ഉറങ്ങാൻ എളുപ്പം. ഇനി ഇതിൽ തന്നിരിക്കുന്നത് 2 ചാപ്റ്റേഴ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഈസ് ബോൺ ആൻഡ് സക്സസ് കംസ് വിത്ത് എ ഗ്രേറ്റ് വിഷൻ എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ്. ഇത് ഏത് ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? സീക്രട്സ് ഓഫ് സക്സസ് ഫ്രം ദ സ്റ്റോറി ഓഫ് ബിൽ ഗേറ്റ്സ് ഇറ്റ് ഈസ് പോസിബിൾ. അപ്പൊ ബിൽ ഗേറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ബുക്കിൽ നിന്നാണ്. അത് ആരാ എഴുതിയത്? ആ ബുക്ക് ലിറ്റൻ ചെന്തോംബ എന്ന് പറയുന്ന ആളാണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ ബുക്കിലെ 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. മൈക്രോസോഫ്റ്റും ബിൽ ഗേറ്റ്സും എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് ആക്ച്വലി ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ദ ടെൽ ടെയിൽ ഹാർട്ട് എന്ന് പറയുന്നുള്ളത്. അത് എഡ്ഗർ അലൻ പോ, പ്രശസ്തനായിട്ടുള്ള ഒരു കഥാകൃത്താണ്. അപ്പൊ പുള്ളിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ നമുക്ക് റീഡ് ചെയ്യാനുള്ളത്. അത് റീഡ് ചെയ്യുമ്പോൾ അത് എന്തിനാ റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, കുറെ വാക്കുകളും കുറെ ശബ്ദങ്ങളും ഓണോമറ്റോപോയിക് വേർഡ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ അതിൽ ആ ഒരു കഥയിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാലരമ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സൂത്രനും ശരിയൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ എന്നൊക്കെ എഴുതി വെക്കും. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ആ സൗണ്ട് ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഓണോമറ്റോപോയിക് വേർഡ്സ് ഉണ്ടായിരിക്കും. അതിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തത് മൊഡ്യൂൾ 4ലേക്ക് പോകുമ്പോൾ എന്താണ് റൈറ്റിംഗ്? എഴുത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എഴുത്താണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷ നിങ്ങൾ എന്ത് ചെയ്യും? എഴുതിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിൽ 3 എണ്ണമാണ് തന്നിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ ദ സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിംഗ്, ഹാർവാർഡ് ബിസിനസ് റിവ്യൂ. വീണ്ടും ഹാർവാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ഇത് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ വിച്ചാർഡ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിട്ടുള്ളത്. അത് വായിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അത് വായിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം. രണ്ടാമത്തേത് ഡിക്ലറേഷൻ ഓഫ് ഫിലാഡൽഫിയ, ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടി അവർ തരാൻ സഹായിക്കുന്നത്, എന്താണ് അവർ ട്രൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതും നിങ്ങൾ വായിക്കേണ്ടതാണ്. റൈറ്റ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് എഡിറ്റഡ് ഹൈലൈറ്റ്സ് ഓഫ് ദ BBC ഇന്റർവ്യൂ വിത്ത് മാർക്ക് സക്കർബർഗ്. മാർക്ക് സക്കർബർഗ് ആരാന്ന് നിങ്ങൾക്ക് അറിയാം. BBC എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു ജനറൽ നോളജ് അവയർനെസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ BBC മാർക്കിനെ അല്ലെങ്കിൽ സക്കർബർഗിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഇതിൽ വരുന്നത്. ഈ മൊഡ്യൂൾ 4ലുള്ള 3ാമത്തെ ചാപ്റ്റർ വരുന്നത്. അപ്പൊ അദ്ദേഹമായിട്ടുള്ള കോൺവെർസേഷൻ ആണ് ഇതിൽ മേജർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ സിലബസ് എന്നുള്ള സിലബസ് വൈസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 4 മൊഡ്യൂൾ ഉണ്ട്. കഷ്ടി ഒരു 12-15ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. ഫോക്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കില്ല് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ് മാത്രം കണ്ടാൽ പോരാ, അതിന് പോയിട്ട് ആ യൂട്യൂബ് വീഡിയോ കാണുക, അത് വായിക്കുക. ചില ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, അത് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ബേസിക്കലി ഇത്രയാണ് ഈ സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാം. ഇതിന്റെ ബാക്കിയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതിന്റെ ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് കാണുന്നവരെ ബൈ ബൈ, സീ യു.